ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. ഇന്നത്തെ വീഡിയോ സ്വാതന്ത്ര്യദിന ക്വിസ് ക്വസ്റ്റ്യൻസ് ആണ്. വിത്തൗട്ട് എനി ഡിലേ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം 1857. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം മീററ്റ്, ഉത്തർപ്രദേശ്. ശിപ്പായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആര്? ഉത്തരം മംഗൽ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര്? ഉത്തരം ഖുദിറാം ബോസ്, വയസ്സ് 18. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ബീഹാർ. ഇന്ത്യക്ക് മതമല്ല ഭക്ഷണമാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആര്? സ്വാമി വിവേകാനന്ദൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ഉത്തരം ലാലാ ലജ്പത് റായ്. 1857 സ്വാതന്ത്ര്യ സമരത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതാര്? വി ഡി സവർക്കർ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം 1947 ഓഗസ്റ്റ് 15. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായി നവറോജി. ഇന്ത്യ സ്വാതന്ത്ര്യം ആവുന്ന കാലത്ത് ഗവർണർ ജനറൽ ആയിരുന്നത് ആര്? മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? ശ്രീ രാജഗോപാലാചാരി. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏത്? വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു. രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? തത്വബോധിനി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് പട്ടാളത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന പദവി ഏതായിരുന്നു? ഉത്തരം സുബൈദാർ. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ദിവസം ഏതാണ്? 1721 ഏപ്രിൽ 15. 1940 ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചത്. ആരെയാണ് ഗാന്ധിജി ഇതിനായി ആദ്യമായി തിരഞ്ഞെടുത്തത്? വിനോബ ഭാവെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ദാദാഭായി നവറോജി. ജവഹർലാൽ നെഹ്റു റാണി എന്ന് വിശേഷിപ്പിച്ച വനിത ആര്? റാണി ഗൈഡിൻ ലിയു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? എം.ജി. റാനഡെ. കസ്തൂർബ മഹിളാ ഉദ്യാൻ സ്ഥാപിച്ചതാര്? സരളാബെൻ. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? ശ്രീ സർദാർ വല്ലഭായ് പട്ടേൽ. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ശ്രീ ബാലഗംഗാധര തിലക്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് രേഖ. രാഷ്ട്രീയ സ്വാതന്ത്ര്യം യാചിച്ചു നേടേണ്ടതല്ല, സമരം ചെയ്തു നേടേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ബാലഗംഗാധര തിലക്. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? ഉത്തരം പയ്യന്നൂർ. മഹാത്മജിയുടെ ആത്മകഥ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? മഹാദേവ ദേശായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ക്ലെമന്റ് ആറ്റ്ലി. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു.
ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരായിരുന്നു? ശ്രീ ജവഹർലാൽ നെഹ്റു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം 1600. ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന എന്നിവരുടെ രാഷ്ട്രീയ ഗുരുവായി അറിയപ്പെടുന്നത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഡോക്ടർ BR അംബേദ്കർ. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്താറുള്ളത്? ചെങ്കോട്ട, റെഡ് ഫോർട്ട്. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 5. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചതാര്? എർവിൻ പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ പ്രഭു ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് പ്രഭു. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏത്? മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. വാഗൺ ട്രാജഡി നടന്ന വർഷം 1921 നവംബർ 10. വാഗൺ ട്രാജഡി ദുരന്തം നടന്ന റെയിൽവേ ലൈൻ ഏത്? തിരൂർ ടു താനൂർ. ഇന്ത്യയിൽ തപാൽ വകുപ്പ് ആരംഭിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച വർഷമേത്? 1903. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങൾ കണ്ടു പഠിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കൂൾ കോമ്പറ്റീഷൻസിനും അല്ലാതെ എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും എല്ലാം നമ്മുടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സോ പഠിക്കുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മൾ മുൻ വർഷം ചെയ്ത ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചുള്ളതും റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചുള്ള ക്വിസ് വീഡിയോസും നിങ്ങൾക്ക് ഇതിനോടുകൂടെ റെഫർ ചെയ്യാവുന്നതാണ്. അത് റെഫർ ചെയ്യുന്നത് നിങ്ങളുടെ നോളജ് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നിങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ? ബോംബെ ഗോകുൽദാസ് തേജ്പാൽ ഗ്രൗണ്ടിലായിരുന്നു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷമേത്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആര്? ജനറൽ ഡയർ. മണികർണിക എന്ന പേരിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര നായിക ആരായിരുന്നു? ഝാൻസി റാണി, റാണി ലക്ഷ്മിഭായി എന്നും അറിയപ്പെട്ടിരുന്നു. ജനറൽ ഡയറിനെ വെടിവെച്ച് കൊന്ന ഇന്ത്യക്കാരൻ ആര്? ഉത്തം സിംഗ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ക്ലൈവ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? റാഡ്ക്ലിഫ് രേഖ. നമ്മളിത് ഓൾറെഡി നോക്കിയ ക്വസ്റ്റ്യൻ ആയിരുന്നു. സോറി ഫോർ ദ റെപ്പിറ്റീഷൻ. ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മെക്കാളെ പ്രഭു. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതം. ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറയിട്ട യുദ്ധമേത്? പ്ലാസി യുദ്ധം, വർഷം 1757. ഇന്ത്യയിലെ ആധുനിക പാശ്ചാത്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് വില്യം ബെനഡിക്റ്റ് പ്രഭു. നേതാജി എന്നറിയപ്പെട്ടിരുന്ന സ്വതന്ത്ര സമര സേനാനി സുഭാഷ് ചന്ദ്രബോസ്. ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങളുടെ പൊതുവേദി അറിയപ്പെടുന്നത് കോമൺവെൽത്ത്. സിക്കിം ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വതന്ത്ര സമര സേനാനി ത്രിലോചൻ പൊഖ്രയിൽ. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ഡിസംബർ. ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക സന്ദർഭം ബെൽഗാം സമ്മേളനം, വർഷം 1924. വർഷങ്ങളും ദിവസങ്ങളും എല്ലാം സ്വാതന്ത്ര്യ സമര ക്വിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. വർഷങ്ങളും അതിൻ്റെ സംഭവങ്ങളും മാത്രം സെപ്പറേറ്റ് നോട്ട് ചെയ്യുക. അത് ഒരു നോട്ടായിട്ട് കീപ്പ് ചെയ്ത് അത് പഠിക്കുക. അല്ലാതെയുള്ള ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ജനറലി പഠിക്കുന്ന പോലെ തന്നെ സാധാ പോലെ എഴുതി പഠിക്കുക. പക്ഷെ വർഷങ്ങൾ കുറച്ചൊക്കെ പ്രയോറിറ്റൈസ് ചെയ്ത് വേറൊരു സെറ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിത ആനി ബസന്റ്.
ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മുസ്ലിം ബദറുദ്ദീൻ ത്യാബ്ജി. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? ശ്രീ മഹാത്മാഗാന്ധി. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം ഓഗസ്റ്റ് 9. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരായിരുന്നു? രവീന്ദ്രനാഥ് ടാഗോർ. നിയമലംഘനത്തിന് തുടക്കം കുറിച്ച സത്യാഗ്രഹം ഉപ്പ് സത്യാഗ്രഹം. വർഷം 1930. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി രചിച്ച ചിരസ്മരണ എന്ന നോവൽ രചിച്ചത് ആര്? നിരഞ്ജന. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാരായിരുന്നു? ശ്രീ ജവഹർലാൽ നെഹ്റു. വട്ടമേശ സമ്മേളനങ്ങൾ നടന്നത് എവിടെയാണ്? ലണ്ടൻ. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏത് സംഭവത്തെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെ. തെരഞ്ഞെടുപ്പിലൂടെ ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആര്? സുഭാഷ് ചന്ദ്രബോസ്. 1934 ജനുവരി 11 കോഴിക്കോട് ടൗൺ ഹാളിൽ ആരുടെ ചിത്രമാണ് ഗാന്ധിജി അനാച്ഛാദനം ചെയ്തത്? കെ മാധവൻ നായർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആര്? രവീന്ദ്രനാഥ് ടാഗോർ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം ആരുടേതാണ്? വി.ഡി. സവർക്കർ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് മഹാത്മാഗാന്ധി. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു. ഇന്റർനാഷണൽ ആർമി സ്ഥാപിച്ചത് ശ്രീ സുഭാഷ് ചന്ദ്രബോസ്. ഓഗസ്റ്റ് 15 ജന്മദിനമായ സ്വതന്ത്ര സമര സേനാനി ആരായിരുന്നു? അരവിന്ദ ഘോഷ്. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി കഴ്സൺ പ്രഭു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായി? ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി. ഏത് സ്വതന്ത്ര സമര സേനാനിയുടെ നിരോധനത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് മുഖർജി കമ്മീഷൻ നിയോഗിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീ അരവിന്ദ ഘോഷ്. കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? രാംസേ മക്ഡൊണാൾഡ്. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ശ്രീ അരവിന്ദ ഘോഷ്. ദണ്ഡിയാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമത്തിൽ നിന്ന്. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആര്? KPR ഗോപാലൻ. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായണൻ. സോ ദാറ്റ്സ് ഫോർ ടുഡേ സെഷൻ. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിൽ മറ്റ് കോമ്പറ്റീഷൻസിനുള്ള വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡേ സെലിബ്രേഷൻ വന്നാലും നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാനും ആരും മറക്കണ്ട. സോ സീ യു ഇൻ അനദർ വീഡിയോ. ടേക്ക് കെയർ.